ഒരു അടിപൊളി കളർഫുൾ ഡേയുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഹോളി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി നടക്കുന്ന ഒരു ആചാരമാണ് ഹോളികാ ദഹൻ. ഇവിടെ ഗ്രൗണ്ടിലായിട്ട് ഒരു അഗ്നികുണ്ഡം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വീടുകളിലെയും പൂജയ്ക്ക് ശേഷം പൂജാ വസ്തുക്കളുമായിട്ട് ഇവിടെ വരുന്നു, ഇതിന് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഈ അഗ്നികുണ്ഡത്തിന് തീ കൊടുക്കുന്നു. തീ കത്തുന്ന വേളയിൽ എല്ലാവരും ചുറ്റും നടന്ന് പ്രദക്ഷിണം ചെയ്യുന്നു. ഈ തീ അണയുന്നതോടെ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കമായി. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് കാത്തിരുന്ന ആ ദിവസം എത്തിയിട്ടുണ്ട്, ദ ഹോളി സെലിബ്രേഷൻ. ചെന്നപാടെ ചെറിയ തോതിൽ കളർ തേച്ചുകൊണ്ട് തുടങ്ങിയതാണ്. പിന്നെ അങ്ങോട്ട് ഒരു മനുഷ്യനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ കലാപരിപാടിയാണ്. ഡാൻസും പാട്ടും കളറെറിയലും വെള്ളം കോരിയെറിയലും അവസാനം ചെളിയിൽ കളി വരെ ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ പ്രായമൊന്നും നോക്കേണ്ട കാര്യമില്ല. കുഞ്ഞു പിള്ളേരെ പോലെ അത്രമാത്രം എൻജോയ് ചെയ്യുന്ന അഡൾട്ട്സിനെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെന്റെ മുംബൈയിലെ 3ാമത്തെ ഹോളി സെലിബ്രേഷൻ ആണ് കേട്ടോ. ആദ്യത്തെ ഹോളി സെലിബ്രേഷൻ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഹോളി വരുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഹോളി ആഘോഷങ്ങൾക്ക് ഒത്തിരി ആളുകൾ വരാറുണ്ട് കേട്ടോ. പക്ഷെ ഇത്തവണ ഹോളിയും ചന്ദ്രഗ്രഹണവും ഒരേ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ ഹോളി ആഘോഷത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ നിറങ്ങൾ കൊണ്ട് ആറാടുമ്പോൾ അവരവിടെ വ്രതമൊക്കെ നോക്കി വിശന്നിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. പാവങ്ങള് ഹോളി ആഘോഷിക്കണോ അതോ ഗ്രഹണം നോക്കണോ എന്ന കൺഫ്യൂഷനിൽ പെട്ടുപോയ കുറച്ച് പേര്. എന്തൊക്കെയായാലും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അവരവിടെ സേഫ് ആയിട്ടിരിക്കട്ടെ. ഞങ്ങളിവിടെ ഈ ആഘോഷം അവരില്ലാത്ത കുറവ് കൂടി നികത്തിക്കൊണ്ട് അങ്ങ് അടിച്ചു പൊളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അല്ല പിന്നെ നമുക്കൊക്കെ എന്ത് ഗ്രഹണം, ആഘോഷിക്കാനായിട്ട് മനസ്സുണ്ടായാൽ മതി. ഗ്രഹണമൊക്കെ വരുമ്പോ വരും, പോകുമ്പോ പോകും, അതൊക്കെ അത്രേ ഉള്ളൂ. അങ്ങനെ നല്ല തണുത്ത ബാങ്ക് ടണ്ടയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഹോളി സെലിബ്രേഷൻ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ശരി, മിണ്ടി പറഞ്ഞിരിക്കാൻ അടുത്ത ദിവസം വരാം. ബൈ ഫ്രം ടെസു ടോക്സ്.